പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിരോധ വകുപ്പ് മന്ത്രി രാജ്നാഥ് സിംഗും കഴിഞ്ഞാൽ ബി.ജെ.പിയുടെ നേതൃനിരയിൽ തന്നെ ഇപ്പോൾ സജീവ രാഷ്ട്രീയത്തിലുള്ളതിൽ ഏറ്റവും കൂടുതൽ കാലം സീനിയറായി പല വകുപ്പുകൾ കൈകാര്യം ചെയ്ത തഴക്കവും പഴക്കമുള്ള നേതാവ് വാസ്തവത്തിൽ നിതിൻ ജയറാം ഗഡ്കരിയാണ്, അതല്ലാതെ അമിത്ഷായല്ല. അതുകൊണ്ട് തന്നെ ഗഡ്കരിയുടെ വാക്കുകൾ ഇന്ത്യ മുന്നണിയും ശ്രദ്ധയോടെ കേൾക്കുകയാണ്. ഇക്കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നപ്പോൾ 13 നിയമസഭാ മണ്ഡലങ്ങളിൽ 10 ഇന്ത്യ മുന്നണി നേടിയെടുത്തു. രാജ്യത്ത് പൊതുതെരഞ്ഞെടുപ്പിൽ മാത്രമല്ല അതിനുശേഷവും ഇന്ത്യ മുന്നണിക്കാണ് അനുകൂലമായി ജനങ്ങൾ ചിന്തിക്കുന്നത് എന്ന ട്രെൻഡ് വളരെ വ്യക്തമാണ് എന്ന് നിതിൻ ഗഡ്കരി ഇതിനോടകം തന്നെ ബി.ജെ.പിയുടെ ദേശീയ സമിതി യോഗത്തിൽ, ഗോവയിൽ വെച്ച് നടക്കുന്ന ദേശീയ സമിതി യോഗത്തിൽ തുറന്നടിച്ചത് ബി.ജെ.പി നേതൃത്വത്തിന് ഇഷ്ടമായിട്ടില്ല എങ്കിൽ പോലും അത് അംഗീകരിച്ചേ മതിയാവൂ എന്ന രീതിയാണ്. നിതിൻ ഗഡ്കരി ആരെയും ഭയപ്പെടുന്നില്ല. അദ്ദേഹത്തിൻ്റെ കൃത്യമായ ജോലി ചെയ്യുന്നതിനോടൊപ്പം പരമാവധി ജനങ്ങളെ വെറുപ്പിക്കാതെ മുഷിപ്പിക്കാതെ നിൽക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ശക്തമായി മഹാരാഷ്ട്രയിൽ അദ്ദേഹത്തിനെതിരെ ബി.ജെ.പി നേതൃത്വം തന്നെ തിരിയാൻ ശ്രമിച്ചിട്ടും അദ്ദേഹം നാഗ്പൂരിൽ നിന്നും വിജയിച്ചത്. വാസ്തവത്തിൽ നാഗ്പൂരിൽ കോൺഗ്രസ്സിന് വലിയ രീതിയിലുള്ള വേരോട്ടം ഉള്ള മേഖലയാണ്. RSSൻ്റെ ആസ്ഥാന കേന്ദ്രമെന്ന് പറയുമെങ്കിലും ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം നാഗ്പൂർ പിടിക്കുക അത്ര ദുഷ്കരമല്ലായിരുന്നു. പല മണ്ഡലങ്ങളും കടപുഴകി വീണപ്പോഴും ഗഡ്കരിക്ക് ഒന്നും തന്നെ സംഭവിച്ചില്ല. ഇന്ത്യ രാഷ്ട്രത്തിൽ കൃത്യമായും ഇവിടെ വിദ്വേഷ പ്രസംഗത്തിന് യാതൊരു സാധ്യതയുമില്ല ഇനിയുള്ള കാലത്ത് എന്ന് കൃത്യമായി അമിത്ഷായോട് ഉൾപ്പെടെ പറഞ്ഞിരിക്കുകയാണ് നിതിൻ ഗഡ്കരി. അമിത്ഷായുടെ മോഹങ്ങളൊന്നും തന്നെ നടക്കാൻ പോകുന്നില്ല എന്ന താക്കീത് കൂടി. അതാണ് ബി.ജെ.പി നേതൃത്വത്തിന് കൃത്യമായി കൊടുക്കുന്ന ഗഡ്കരിയുടെ മറുപണി എന്ന് പറയുന്നത്. അതായത് ഫഡ്നാവിസിനെ തനിക്ക് മുകളിലേക്ക് മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ പ്രതിഷ്ഠിച്ച നാൾ മുതൽ തന്നെ ഗഡ്കരിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്, ഗഡ്കരിയെ എങ്ങനെയാണ് കേന്ദ്ര നേതൃത്വം കാണുന്നത് എന്നത്. ഗഡ്കരിക്ക് ബി.ജെ.പിയുടെ അധ്യക്ഷ സ്ഥാനത്ത് നിന്നും നീങ്ങേണ്ട ഒരു കാര്യവുമില്ലായിരുന്നു. അതിന് പകരമായി കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ നടത്തി ഇടക്കാലത്ത് രാജ്നാഥ് സിംഗിനെ അധ്യക്ഷനാക്കി. പക്ഷേ യഥാർത്ഥത്തിൽ അവരുടെ ലക്ഷ്യം എന്തായിരുന്നു എന്നുള്ളത് ഗഡ്കരി പിന്നീടാണ് മനസ്സിലാക്കിയത്. അതായത് ഗഡ്കരി വളരെ സീനിയറായിട്ട് പോലും അദ്ദേഹത്തിനെ കൃത്യമായി അവസരത്തിനൊത്ത് ഉപയോഗിക്കാതെ അദ്ദേഹത്തിനെ മാറ്റി നിർത്തുകയായിരുന്നു. ഇപ്പോഴിത് അദ്ദേഹം ശക്തമായി തുറന്നടിക്കുന്നു, ഒരു ഭയവുമില്ലാതെ എന്ത് വേണോ വരട്ടെ എന്നുള്ള രീതിയിൽ നരേന്ദ്രമോദിക്കെതിരെ തുറന്നടിക്കുന്നു. ഒരു തിരുത്തൽ ശക്തിയായി നിങ്ങൾ ഈ വർഗീയതയും ഈ വിദ്വേഷവും കൊണ്ട് മുന്നോട്ട് പോയാൽ നിങ്ങൾ കരുതുന്ന 10 കൊല്ലം മുമ്പത്തെ കോൺഗ്രസിൻ്റെ അവസ്ഥയല്ല. പൊടുന്തരെ 206 സീറ്റിൽ നിന്ന് 44ലേക്ക് വഴുതി വീണ 2014 കോൺഗ്രസിൻ്റെ അവസ്ഥയും 2019 52 സീറ്റ് കിട്ടി പ്രതിപക്ഷത്തെ പോലും എത്താൻ, മുഖ്യ പ്രതിപക്ഷമാകാൻ കെൽപ്പില്ലാതെ ഇങ്ങനെ ഉഴറുന്ന കോൺഗ്രസിൻ്റെയും അവസ്ഥയല്ല 101 സീറ്റുള്ള കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. അതിൻ്റെ അമരക്കാരനായ രാഹുൽ ഗാന്ധിയെ പരിഹസിക്കുകയും കളിയാക്കുകയും ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ കൗണ്ട് ഡൗൺ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്ന യാഥാർത്ഥ്യമാണ്. ഗഡ്കരിയുടെ ഈ പ്രതികരണമാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ കൈമുതൽ എന്ന് പറയുന്നത്. വാസ്തവത്തിൽ അമിത്ഷാ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുമ്പോൾ പഞ്ചപുച്ഛമടക്കി ഗഡ്കരിയുടെ വാക്കുകളെ അംഗീകരിക്കേണ്ടി വരുന്നു, തത്വത്തിലെങ്കിലും അംഗീകരിക്കേണ്ടി വരുന്ന രാഷ്ട്രീയ സാഹചര്യം. മഹാരാഷ്ട്രയിൽ ഇനി തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുമ്പോൾ ഗഡ്കരിയുടെ വാക്കുകൾ എത്രത്തോളം പ്രാധാന്യത്തോടു കൂടി ബി.ജെ.പി ഉൾക്കൊള്ളുന്നു എന്നതനുസരിച്ചിരിക്കും അവരുടെ ഇലക്ട്രൽ പെർഫോമൻസ്.